ഒന്ന് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറയാം. ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചറിലുള്ള അൺനോൺ റിയാക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസിൽ എക്സ്ട്രാ ആണെങ്കിൽ എത്ര നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാതെയുള്ള റിയാക്ഷൻസിന്റെ എണ്ണമാണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. സോ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് സപ്പോർട്ട് കാരണം, സപ്പോർട്ട് കണ്ടീഷൻസ് കാരണം ഉണ്ടാവുന്ന ഇൻഡിറ്റർമിനൻസി എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി. ദെൻ മെമ്പേഴ്സ്, ഒരു സ്ട്രക്ചറിന്റെ മെമ്പേഴ്സ് അതിന്റെ ജോയിൻസിലൊക്കെ കാരണം എക്സ്ട്രാ മെമ്പേഴ്സ് കാരണം ഒക്കെ ഉണ്ടാവുന്ന ഒരു ഇൻഡിറ്റർമിനൻസിയാണ് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി. സോ ടോട്ടൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി ആൻഡ് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഓരോ മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഓരോ ബീം ഓരോ സ്ട്രക്ചറിന്റെ ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കേണ്ട കുറച്ച് ഫോർമുലാസ് ഉണ്ട്, അതെല്ലാം പഠിക്കാം. നിങ്ങൾ ഈ ഫോർമുലാസ് ഒക്കെ എക്സാമിന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ പഠിപ്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഫസ്റ്റ് ഇത് നോട്ട് എഴുതി പോക്കോളൂ കേട്ടോ, ചെയ്തു പോകുമ്പോൾ ഒപ്പം ചെയ്തു നോക്കോളൂ. ആദ്യം നമുക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. സോ ഇൻഡിറ്റർമിനൻസി കാണണമെങ്കിൽ നമുക്ക് എപ്പോഴും എന്താ സപ്പോർട്ടിൽ അല്ലെങ്കിൽ അൺനോൺ റിയാക്ഷൻസ് ഏതൊക്കെയാന്ന് കാണണം. സോ മെയിൻലി എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ കാരണം എന്താ, സപ്പോർട്ട് റിയാക്ഷൻസ്. സോ ഓരോ സപ്പോർട്ട് അതിൽ എത്ര റിയാക്ഷൻസ് ഉണ്ട്, ഓൾസോ അതിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, അതൊരു നമുക്ക് ടാബ്ലേറ്റ് എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിച്ചാൽ ബാക്കി ഏത് സ്ട്രക്ചർ എന്നാലും സപ്പോർട്ട് കണ്ടീഷൻ എന്നാലും റിയാക്ഷൻസ് പെട്ടെന്ന് കിട്ടും. ഓക്കെ, type of support, number of reactions, degree of freedom. First support, type of support, hinged. Hinged support എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു സപ്പോർട്ട്. ഹിഞ്ച്ഡ് സപ്പോർട്ടിൽ റൊട്ടേഷൻസ് അലൗഡ് ആണ്. നമ്മൾ ഏത് റിഫ്ലക്ഷൻ ഓർ ഡിഫോർമേഷൻ ഏത് ഡയറക്ഷനിൽ അലൗഡ് ആണോ ആ ഡയറക്ഷനിൽ റിയാക്ഷൻ ഉണ്ടാവില്ല. ഡിഫോർമേഷൻ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് റിയാക്ഷൻ ഉണ്ടാവുന്നത്. സോ ഇവിടെ റൊട്ടേഷൻ പെർമിറ്റഡ് ആണ്. സോ മൊമെന്റ് ഇല്ല. ഹിഞ്ച്ഡ് സപ്പോർട്ടിൽ ആകെ ഉണ്ടാവുന്നത് വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും. ഈ ഒരു ഹിഞ്ചില് ഇതിന് റൊട്ടേറ്റ് ചെയ്യാം, ബട്ട് ഇതിന് വെർട്ടിക്കലി ഡിസ്പ്ലേസ്മെന്റ് പോസിബിൾ അല്ല, ഹൊറിസോണ്ടലി ഡിസ്പ്ലേസ്മെന്റ് പോസിബിൾ അല്ല. സോ ഇതിലുണ്ടാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷൻ ആർ വിയും ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആർ എച്ചും. സോ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് 2. ഡിഗ്രി ഓഫ് ഫ്രീഡം, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളത്. സോ ഈ ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ടിന്റെ കേസിൽ എന്താ നമ്മൾ പറഞ്ഞു, റൊട്ടേഷൻ പോസിബിൾ ആണ്. ഇതിന് ഈ ഒരു ഡയറക്ഷനിലൊക്കെ റൊട്ടേറ്റ് ചെയ്യാം. സോ റൊട്ടേഷൻ പോസിബിൾ ആണെങ്കിൽ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം, അതായത് നമ്പർ ഓഫ് റിയാക്ഷൻസ് 2 ആണ്. അതായത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റും ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റും റെസിസ്റ്റഡ് ആണ്. സോ ഏതെങ്കിലും ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് റെസിസ്റ്റഡ് ആണെങ്കിൽ ആ ഡയറക്ഷനിൽ റിയാക്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. സോ രണ്ട് റിയാക്ഷൻ ഫോഴ്സസ്, ഒന്ന് ആർ എച്ചും ആർ വി. സോ ഏത് ഡയറക്ഷനിലാണോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത് അതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇവിടെ റൊട്ടേഷൻ പോസിബിൾ ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1. അടുത്ത സപ്പോർട്ട് റോളർ സപ്പോർട്ട്. ഇതാണ് ഒരു റോളർ സപ്പോർട്ട്. റോളർ സപ്പോർട്ടിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ്മെന്റ് പോസിബിൾ ആണ്. സോ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇല്ല. ഓൾസോ റൊട്ടേഷനും പോസിബിൾ ആണ്, റൊട്ടേഷനും അലൗഡ് ആണ്. സോ മൊമെന്റും ഇല്ല. ആകെ ഉണ്ടാവുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷൻ ആർ വി. സോ റോളറിന്റെ കേസിൽ നമ്പർ ഓഫ് റിയാക്ഷൻ 1. ഡിഗ്രി ഓഫ് ഫ്രീഡം, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് പോസിബിൾ ആണ്, റൊട്ടേഷനും പോസിബിൾ ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആയിരിക്കും. ദെൻ അടുത്ത വരുന്ന സപ്പോർട്ട് ഫിക്സ്ഡ് എൻഡ്. ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫിക്സിറ്റി, അതായത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, റൊട്ടേഷനും ഇല്ല. സോ 3 റിയാക്ഷനും ഫിക്സഡ് സപ്പോർട്ടിന്റെ കേസിൽ വരുന്നുണ്ട്. ആർ വി, ആർ എച്ച്, മൊമെന്റും ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഒരു ഡയറക്ഷനിലും മൂവ്മെന്റ്
അലൗഡ് അല്ല. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ അടുത്തൊരു സപ്പോർട്ട് ഫ്രീ എൻഡ്. ഫിക്സഡ് എൻഡ് ഉണ്ട്, ഫ്രീ ഉണ്ട്. ഇതാണ് ഫ്രീ എൻഡ് എന്ന് പറയുന്നത്. ഒരു എൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. സോ ഫ്രീ എൻഡിൽ എന്താണ്, എല്ലാ ഡയറക്ഷനിലും മൂവ്മെന്റ് പോസിബിൾ ആണ്. ഒരു ഡയറക്ഷനിലുള്ള മൂവ്മെന്റും റെസിസ്റ്റഡ് അല്ല. സോ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻ, മൂവ്മെന്റ് പോസിബിൾ ആണെങ്കിൽ അവിടെ ഒബ്വിയസ്ലി റിയാക്ഷൻ ഇല്ല. സോ നമ്പർ ഓഫ് റിയാക്ഷൻസ് 0 ആയിരിക്കും. ഓൾസോ ഡിഗ്രി ഓഫ് ഫ്രീഡം എല്ലാ ഡയറക്ഷനിലും, 3 ഡയറക്ഷനിലും, അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും റൊട്ടേഷനും പോസിബിൾ ആണ്. സോ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആയിരിക്കും. അടുത്തൊരു സപ്പോർട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ നോക്കുന്നുണ്ടോ? അടുത്തൊരു സപ്പോർട്ട് സ്ലൈഡിംഗ് സപ്പോർട്ട്. സ്ലൈഡിംഗ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ ഷോപ്പുകളുടെ ഒക്കെ റോളിംഗ് ഷട്ടറുകൾ കണ്ടിട്ടില്ലേ? ഷട്ടറൊക്കെ എങ്ങനെയാ മൂവ് ചെയ്യുക? വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അതിന്റെ സൈഡിൽ ഇവിടെ റോളിംഗ് സപ്പോർട്ട്, അതായത് ഇതിന് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. സോ വെർട്ടിക്കൽ മൂവ്മെന്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അലൗഡ് ആണ്. ബട്ട് രണ്ട് സൈഡിലും ഫിക്സിഡ്, അതായത് ഹൊറിസോണ്ടൽ മൂവ്മെന്റും റൊട്ടേഷനും അലൗഡ് അല്ല. റോളിംഗ് ഷട്ടേഴ്സ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യും. ബട്ട് അതിന് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റും ഇല്ല, റൊട്ടേഷനും ഇല്ല. സോ അതൊരു എക്സാമ്പിൾ ആണ്. സോ സ്ലൈഡിംഗ് സപ്പോർട്ടിന്റെ കേസിൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് പോസിബിൾ ആണ്, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റും റൊട്ടേഷനും റെസ്ട്രിക്റ്റഡ് ആണ്. സോ രണ്ട് റിയാക്ഷനും, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റും റൊട്ടേഷനും റെസ്ട്രിക്റ്റഡ് ആണ്. സോ രണ്ട് റിയാക്ഷൻ ഉണ്ടാവും. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് പോസിബിൾ ആണ്. സോ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, സോ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ജനറൽ കുറച്ച് ടൈപ്പ് ഓഫ് സപ്പോർട്ട്, അതിൽ വരുന്ന നമ്പർ ഓഫ് റിയാക്ഷൻസ്, ഡിഗ്രി ഓഫ് ഫ്രീഡം. ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി പഠിക്കുമ്പോഴാണ്. സോ ഇത് ഓരോ സപ്പോർട്ടിലെ നമ്പർ ഓഫ് റിയാക്ഷൻസ് ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർത്ത് വെക്കുക. ഏത് ടൈപ്പ് ഓഫ് സപ്പോർട്ട് വരാണെങ്കിൽ ഇത്ര നമ്പർ ഓഫ് റിയാക്ഷൻ, ഹിഞ്ച്ഡ് ആണെങ്കിൽ 2, റോളർ ആണെങ്കിൽ 1 നമ്പർ ഓഫ് റിയാക്ഷൻ, ഫിക്സ്ഡ് ആണെങ്കിൽ 3 എണ്ണം, ഫ്രീ എൻഡിൽ റിയാക്ഷൻസ് ഇല്ല. സോ ഇതാണ് കോമൺ ടൈപ്പ് ഓഫ് സപ്പോർട്ട്. ഇനി നമുക്ക് ബീമില് എഴുതിയെടുത്തോ എല്ലാരും? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബീമുകളിൽ എങ്ങനെയാണ് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ ഒരു ബീമില് ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഏറ്റവും കോമൺ ബീമാണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമില് ഒരു എൻഡ് ഹിഞ്ച്ഡും 1 എൻഡ് റോളറും ആയിരിക്കും. സോ അപ്പം ഇങ്ങനെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് വെച്ചാൽ രണ്ട് എൻഡിൽ സപ്പോർട്ട് ഉണ്ടെന്ന് മാത്രമല്ല, ഒരു എൻഡ് ഹിഞ്ച്ഡ് ആയിരിക്കും, ഒരു എൻഡ് റോളർ ആയിരിക്കും. രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഇല്ല. ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ല. എപ്പോഴും സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണ്. അതിന്റെ 1 എൻഡിൽ ഹിഞ്ച് സപ്പോർട്ടും അതർ എൻഡിൽ റോളർ സപ്പോർട്ടും ആയിരിക്കും. ഇങ്ങനെ രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഇല്ല. ഞാൻ എക്സാമിന് ആരോ ഇതുപോലെ ഇൻഡിറ്റർമിനൻസി വരച്ചു കണ്ടു. ഇങ്ങനെ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ല. ഓക്കെ, ഓക്കെ, ഇതാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം. 1 എൻഡിൽ ഹിഞ്ച്ഡ് ആവുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് 2, റോളർ സപ്പോർട്ടിൽ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻ 1. സോ നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഞാൻ DS എന്ന് വിളിക്കുകയാണ്. സോ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് സം ഓഫ് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി ആൻഡ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി. ഒരു സ്ട്രക്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെയും എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെയും സം ആണ് ആകെയുള്ള ഇൻഡിറ്റർമിനൻസി. സോ ഒരു ബീം കൺസിഡർ ചെയ്താല് ഇവിടെ സപ്പോർട്ടിനാണ് പ്രാധാന്യം. ഇവിടെ മെമ്പർ ആകെ ഒരെണ്ണേ ഉള്ളൂ. സോ ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് ബീമിന്റെ കേസിൽ എപ്പോഴും 0 ആയിരിക്കും. സോ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി മാത്രം കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ. സോ ബീമിന്റെ കേസിൽ DS എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി ആയിരിക്കും. ഇനി എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി സപ്പോർട്ട് കാരണം, ഇൻഡിറ്റർമിനൻസി പറഞ്ഞാൽ എന്താ? ടോട്ടൽ അൺനോൺ ഫോഴ്സസ് minus equilibrium equations.
സോ ഞാൻ അൺനോൺ ഫോഴ്സസിനെ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. നമുക്ക് അറിയാത്ത എല്ലാ റിയാക്ഷൻ അല്ലെങ്കിൽ അൺനോൺ ഫോഴ്സസിനെ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആകെ മൂന്നെണ്ണം ഉള്ളു നമുക്ക്. സിഗ്മ എച്ച് ഈക്വൽ ടു 0, സിഗ്മ വി ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഈക്വൽ ടു 0. സോ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് മൂന്നെണ്ണം ഉള്ളത്. സോ ആർ മൈനസ് 3. Determinacy of static indeterminacy of a beam can be represented as R minus 3. ഇതിൽ R എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻസ്. ഓക്കെ അല്ലേ? സോ ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് കേസിൽ R എന്ന് പറയുന്നത് ടോട്ടൽ സപ്പോർട്ട് റിയാക്ഷൻ 2 പ്ലസ് 1 3, 3 മൈനസ് 3 ഈക്വൽ ടു 0. അതായത് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീം ആണ്. അതിന്റെ ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ആർ മൈനസ് 3. ആർ എന്ന് പറയുന്നത് ടോട്ടൽ അൺനോൺ സപ്പോർട്ട് റിയാക്ഷൻസ്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ബീം നോക്കാം. രണ്ടാമത്തെ ബീം കാന്റിലിവർ ബീം. കാന്റിലിവർ ബീമിന്റെ ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് സപ്പോർട്ട് റിയാക്ഷൻസ് 3 ആയിരിക്കും. അത് രണ്ടില് ഫ്രീ എൻഡ് ആണ്. സോ അവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ 0. ഇനി ഇൻഡിറ്റർമിനൻസി കാണാൻ നേരം ആർ മൈനസ് 3. ആർ എന്ന് പറയുന്നത് ടോട്ടൽ സപ്പോർട്ട് റിയാക്ഷൻ 3 പ്ലസ് 0 3, 3 മൈനസ് 3 സപ്പോർട്ട് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 0 വന്നു. സോ കാന്റിലിവർ ബീം ഇസ് എ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീം. ഓക്കെ, അടുത്ത ബീം overhanging beam. Overhanging beamല് ഒന്ന് ഹിഞ്ച്, അടുത്തത് റോളർ സപ്പോർട്ട്, ദെൻ ഇവിടെ ഒരു ഓവർഹാങ്ങിങ് സ്പാൻ കൂടി ഉണ്ടാവും. സോ ഇവിടെ ഹിഞ്ച് ആയതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻ ഹിഞ്ച് സപ്പോർട്ട് ആകുമ്പോൾ 2 ആയിരിക്കും. റോളർ സപ്പോർട്ടിൽ എന്താണ് 1 ആയിരിക്കും. സോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് ആർ മൈനസ് 3. ആറിന്റെ വാല്യൂ 2 പ്ലസ് 1 3 മൈനസ് 3 ഈക്വൽ ടു 0. സോ ഓവർഹാങ്ങിങ് ബീം ഒരു സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീം ആണ്. ഒരു സപ്പോർട്ട് അതിന്റെ ഹിഞ്ച്ഡ് ആയിരിക്കും, അതർ സപ്പോർട്ട് അതിന്റെ റോളർ ആയിരിക്കും. സപ്പോസ് ഇവിടെ നിങ്ങൾ റോളറിന് പകരം ഒരു ഹിഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് റിയാക്ഷൻ എന്തായി 2 ആയി. സോ 4 മൈനസ് 3 1 ആയി. അതായത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 ആയി. സോ ബട്ട് അത് തെറ്റാണ്. കാരണം ഓവർഹാങ്ങിങ് ബീം ഒരു സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീം ആണ്. നമ്മൾ ഡിറ്റർമിനേറ്റ് ആയിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്യുന്നത്. സോ അതിന്റെ 1 ഇഞ്ചില് ഹിഞ്ചും ഒരു സപ്പോർട്ട് റോളറും കൊടുത്താലേ അതെനിക്ക് ഡിറ്റർമിനേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. സോ എപ്പോഴും ഒരു ഓവർഹാങ്ങിങ് ബീമിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ഹിഞ്ച്ഡ് ആയിട്ടും ഒരു സപ്പോർട്ട് റോളർ ആയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഹിഞ്ച് വരച്ചാൽ ഇത് ഓവർഹാങ്ങിങ് ബീം അല്ല, തെറ്റി. ഓക്കെ, അടുത്തൊരു ബീം. ഇത് എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലെ? ഒപ്പം തന്നെ ചെയ്തു പോവാന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അടുത്തൊരു ബീം പ്രോപ്ഡ് കാന്റിലിവർ ബീം. ലാസ്റ്റ് ക്ലാസ്സിൽ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാനിത് പറഞ്ഞിരുന്നു എന്നാണ് ഓർക്കുന്നത്. എന്നാലും ഒന്നുകൂടി, പ്രോപ്ഡ് കാന്റിലിവർ ബീം എന്ന് വെച്ചാൽ കാന്റിലിവർ തന്നെ അതിന്റെ ഒരു എൻഡില് നമ്മൾ ഒരു പ്രോപ്പ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ കൊടുക്കും. അതൊരു റോളർ സപ്പോർട്ട് ആയിരിക്കും. റോളർ സപ്പോർട്ട് ആകുമ്പോൾ എന്താ, ഒരു റിയാക്ഷൻ ഇവിടെ ഒരു ഒറ്റ റിയാക്ഷനിൽ വരും. പ്രോപ്ഡ് കാന്റിലിവർ ബീമിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതാണ് എപ്പോഴും പ്രോപ്ഡ് കാന്റിലിവറിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 ആയിരിക്കും. സോ ഇവിടെ വരേണ്ടത് റോളർ സപ്പോർട്ട് ആണ്. ഒരിക്കലും ഒരു ഹിഞ്ച് സപ്പോർട്ട് കൊടുത്താൽ ഇൻഡിറ്റർമിനൻസി മാറി, അപ്പം ടൈപ്പ് ഓഫ് ബീം മാറി. സോ പ്രോപ്ഡ് കാന്റിലിവർ ബീം ആണോ ഇത് റോളർ സപ്പോർട്ട് ആയിരിക്കും. ഇവിടുത്തെ നമ്പർ ഓഫ് റിയാക്ഷൻ 1, ഫിക്സ്ഡ് എൻഡില് നമ്പർ ഓഫ് റിയാക്ഷൻസ് 3. സോ ടോട്ടൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആർ മൈനസ് 3. ആറിന്റെ വാല്യൂ എന്താ 3 പ്ലസ് 1 4, 4 minus 3 equal to 1. So a propped cantilever beam, example of statically indeterminate beam having indeterminacy value 1. Okay. ഇത് ഈ ഇൻഡിറ്റർമിനൻസി കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഒക്കെ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഒരൊറ്റ കൊല്ലം പോലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഗേറ്റ് എക്സാം ഇല്ല. സോ ഇത് ഗേറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനെ സംബന്ധിച്ച് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ബട്ട് ഇവിടെ ഇപ്പൊ നമുക്കിത് ഉള്ളതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ടോപ്പിക് കൂടെയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ടോപ്പിക്കുമാണ്. അടുത്തത്
ഒരു ഫിക്സഡ് ബീം. ഫിക്സഡ് ബീമില് എന്താണ്, രണ്ട് എൻഡിലും ഫിക്സ്ഡ് ആണ്, രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്. സോ ഓരോ എൻഡിലും ഓരോ സപ്പോർട്ടിലും മൂന്ന് റിയാക്ഷൻസ് ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R-3. ഓ നീതുലിന് കേറാൻ പറ്റുന്ന പറയുന്നുണ്ട്. ആണോ? ഒന്ന് നോക്കൂ. അഡ്മിറ്റ് ചെയ്യാത്തോണ്ടാണോ? ടൈം ഔട്ട് കാണിക്കുന്നു. ആണോ? ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറയോ? കേറിയോ? വേറെ പറഞ്ഞിട്ടുണ്ട്. എന്തോ? ഓക്കെ. അതല്ലെങ്കിൽ വേറെ ഒരു മെയിൽ ഐ ഡിയിൽ കയറാൻ പറയൂ. ആ മെയിൽ ഐ ഡി എന്നല്ലാതെ. സോ ഇതാണ് ഫിക്സഡ് ബീം. ഫിക്സഡ് ബീമിൽ രണ്ട് സപ്പോർട്ടിലും മൂന്ന് റിയാക്ഷൻസ് ഉണ്ട്. സോ ടോട്ടൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുമ്പോൾ ആറിന്റെ വാല്യൂ ഉണ്ടോ? 3 + 3 6 വന്നു. 6 - 3 3. ഓക്കെ അല്ലേ? സോ ഇതാണ് ഒരു ഫിക്സഡ് ബീമിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഇനി ഇതിപ്പം ഇത് രണ്ട് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ നാലും അഞ്ചാമത്തെ കേസ്, അതായത് പ്രോബ്ഡ് കാന്റിലിവറും ഫിക്സഡ് ബീമും സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആണെന്ന് പറഞ്ഞു. സോ നമ്മളിവിടെ ഇൻഡിറ്റർമിനൻസി കളയാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു സ്ട്രക്ചർ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അനലൈസ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഇൻഡിറ്റർമിനൻസി കളയാനായിട്ട് ചില സമയത്ത് ഇന്റേണൽ ഹിഞ്ച് കൊടുക്കും, അതായത് ബീം വിത്ത് ഇന്റേണൽ ഹിഞ്ച്. ക്വസ്റ്റ്യൻ ഇതുപോലെ വരാം, ബീം വിത്ത് ഇന്റേണൽ ഹിഞ്ച്. എന്താണ് ഇന്റേണൽ ഹിഞ്ച്? അതായത് സപ്പോസ് ഇതൊരു പ്രോബ്ഡ് കാന്റിലിവർ ബീമാണ്. സോ പ്രോബ്ഡ് കാന്റിലിവർ ബീമിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 1 ആണ്. സോ എനിക്കിവിടെ ഒരു എക്സ്ട്രാ റിയാക്ഷൻ ഉണ്ട്. എനിക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു എക്സ്ട്രാ റിയാക്ഷൻ ഉണ്ട്. സോ ആ എക്സ്ട്രാ റിയാക്ഷനെ കളയാനായിട്ട് ഞാൻ ഈ മെമ്പറിൽ ഒരു ഹിഞ്ച് കൊടുക്കുകയാണ്. ഒരു ഹിഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹിഞ്ചില് റൊട്ടേഷൻ പോസിബിൾ ആയിരിക്കും. അതായത് ഈ ഒരു ഹിഞ്ചില് റൊട്ടേഷൻ പോസിബിൾ ആയിരിക്കും. അതായത് നമ്മളൊരു എക്സ്ട്രാ കണ്ടീഷൻ കൂടെ, അല്ലെങ്കിൽ സിഗ്മ എം = 0 എന്നുള്ള ഒരു എക്സ്ട്രാ കണ്ടീഷൻ കൂടെ എനിക്ക് ഇവിടെ കിട്ടാണ്. ഒരു നമ്മൾക്ക് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസിൽ ഇൻ അഡീഷൻ ആയിട്ട് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇക്വേഷൻ കൂടെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും ഒരു ഇന്റേണൽ ഹിഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഒരു ഇന്റേണൽ ഹിഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മെമ്പറിൽ ഇവിടെ ഒരു ഹിഞ്ച് കൊടുക്കണം. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ റൊട്ടേഷൻ പോസിബിൾ ആണ്. സോ ആ ഒരു കണ്ടീഷനിൽ ഇപ്പൊ ഒരു ബീം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇന്റേണൽ ഈ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻസ് 3ന്റെ കൂടെ ഒരെണ്ണം കൂടെ ആഡ് ചെയ്ത് വരികയാണ്, ഒരു എക്സ്ട്രാ ഇക്വേഷൻ കൂടെ ഫോം ചെയ്ത് വരികയാണ്. സോ ഇതുപോലുള്ള കുറച്ച് ബീമില് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഇപ്പൊ ഒരു പ്രോബ്ഡ് കാന്റിലിവർ ബീമിന്റെ so when an internal hinge is introduced anywhere along the length of the beam, moment at that point is 0. നമുക്കൊരു എക്സ്ട്രാ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഇക്വേഷൻ നമുക്ക് കിട്ടുകയാണ്. സോ ഫസ്റ്റ് ഒരു ബീം ഞാൻ കൺസിഡർ ചെയ്യാണ്, പ്രോബ്ഡ് കാന്റിലിവർ ബീമിന്റെ വിത്ത് റോളർ സപ്പോർട്ട്. ഇവിടെ ഒരു ഹിഞ്ച് കൊടുക്കുകയാണ്. സോ ഇവിടെ ടോട്ടൽ റിയാക്ഷൻ 3, ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ 1.
ഓൾസോ ദെൻ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ ഇക്വേഷനിൽ r-3 ഈ 3+1 ഒരു കണ്ടീഷനും കൂടെ വരും. അതായത് നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3 ഉണ്ട്, പ്ലസ് കൂടാതെ സിഗ്മ എം ഈക്വൽ ടു 0, ഇന്റേണൽ ഹിഞ്ചിൽ സിഗ്മ എം ഈക്വൽ ടു 0 എന്നുള്ളൊരു അഡീഷണൽ കണ്ടീഷൻ കൂടെ നമുക്ക് കിട്ടുകയാണ്. സോ ആറിന്റെ വാല്യൂ 4 മൈനസ് 3+1, അതായത് 0 എന്ന് കിട്ടി. അതായത് ഒരു പ്രോപ്ഡ് കാന്റിലിവർ ബീമിൽ ഒരു ഇൻഡിറ്റർമിനൻസി ഉള്ളത് കാരണം ആ ഒരു ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ കുറച്ചു. ഈ ഒരു ഇന്റേണൽ ഹിഞ്ച് ഒരു ഡിറ്റർമിനൻസി കുറയ്ക്കും. അതായത് നിങ്ങൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസിന്റെ കൂടെ ഒരു ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യാം. അതാണ് ഇന്റേണൽ ഹിഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ കാര്യം. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഇപ്പൊ ഫിക്സഡ് ബീം മോഡ് എടുക്കുകയാണ്. ഫിക്സഡ് ബീമിന്റെ നടുക്ക് ഒരു ഇന്റേണൽ ഹിഞ്ച് കൊടുത്തു. ഇവിടെ 3 റിയാക്ഷൻ ഉണ്ട്, ഇവിടെ 3 റിയാക്ഷൻ ഉണ്ട്. സോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ പറയുമ്പോൾ r-3+1 ഉണ്ട്. ആറിന്റെ വാല്യൂ എന്താ? 6 - 4, ഇൻഡിറ്റർമിനൻസി 2. നേരത്തെ ഫിക്സഡ് ബീമിന്റെ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 3 ആയിരുന്നു. ഒരു ഇന്റേണൽ ഹിഞ്ച് വന്നപ്പോൾ ഒരു എക്സ്ട്രാ ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഒരു റിയാക്ഷൻ കുറഞ്ഞു. അതാണ് 2 ആയിട്ട് കുറഞ്ഞത്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ബീം കൂടെ നോക്കാം. ഒരു കണ്ടിന്യൂസ് ബീമും ഇൻഡിറ്റർമിനന്റ് ബീമിന് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനറ്റ് ബീമിന് എക്സാമ്പിൾ ആണ്. ഇതാണ് ഒരു കണ്ടിന്യൂസ് ബീം. കണ്ടിന്യൂസ് ബീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടുകൾ സീരീസ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ ഒരു മെമ്പറിൽ ഞാൻ ഇന്റേണൽ ഹിഞ്ച് കൊടുക്കുകയാണ്. സോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ, ഇത് ഹിഞ്ച് അല്ലേ, ഹിഞ്ചിൽ ഒരു റിയാക്ഷൻ, രണ്ട് റിയാക്ഷൻ, റോളർ സപ്പോർട്ടിൽ ഒരു റിയാക്ഷൻ, ഇവിടെ ഒരു റിയാക്ഷൻ. സോ ടോട്ടൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 4 മൈനസ് എന്താണ്, ടോട്ടൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3. ഒരു ഇന്റേണൽ ഹിഞ്ച് ഇല്ലേ, ഇന്റേണൽ ഹിഞ്ച് ഒരു എക്സ്ട്രാ ഇക്വേഷൻ കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 0 ആയി. ഓക്കെ അല്ലേ? ഇതൊരു കണ്ടിന്യൂസ് ബീമാണ്. സോ ഇത്രയാണ് നമുക്ക് ബീമുകളില് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂസ് പഠിക്കാനുള്ളത്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയിൽ ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് ബീമിന്റെ കേസിൽ ഉണ്ടാവില്ല. ഓൺലി എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി, സപ്പോർട്ട് കാരണമുള്ള ഇൻഡിറ്റർമിനൻസി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഇക്വേഷൻ ആണ് r-3. r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻസ്. ഓക്കെ അല്ലേ? സോ ബീമിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കാണുന്നത് കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രസ്സിലെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നത്. സോ ട്രസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ട്രസ്സസ് എന്താണ്? ട്രസ് ബിൽഡിങ്ങില് റൂഫിനൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് ട്രസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ട്രസ്സുകളിൽ അനാലിസിസ്, അതായത് ട്രസ്സില് മെമ്പർ ഫോഴ്സസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിച്ചിട്ടുണ്ടാവും. ട്രസ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും. കുറെ ഇൻക്ലൈൻഡ് മെമ്പേഴ്സ് ഉണ്ടാവും, രണ്ട് എൻഡില് സപ്പോർട്ട് ഉണ്ടാവും. സോ ട്രസ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറെ ജോയിന്റ്സ് ഉണ്ട്. ഈ ഓരോ ജോയിന്റും എന്താണ്? പിൻ ജോയിന്റ് ആണ്. പിൻ ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റൊട്ടേഷൻ അലൗഡ് ആണ്. സോ റൊട്ടേഷൻ അലൗഡ് ആണ്. സോ ഇവിടെ രണ്ട് റിയാക്ഷൻസ്, റൊട്ടേഷൻ ഒരു പിൻ ജോയിന്റ് പിൻ ജോയിന്റ് ആ ഒരു ജോയിന്റിൽ റൊട്ടേഷൻ അലൗഡ് ആണ്. സോ ഇവിടെ ഒരു രണ്ട് റിയാക്ഷൻസ് ആണ് ഓരോ ജോയിന്റിൽ വരുന്നത്. ഇവിടെ ട്രസ്സിന്റെ കേസിൽ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി ഉണ്ട്, ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി ഉണ്ട്. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് ഈ രണ്ട് സപ്പോർട്ട് കാരണം മാത്രം. സോ ടോട്ടൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഇൻ കേസ് ഓഫ് ട്രസ് ഇസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി പ്ലസ് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി എന്താ? ഈ സപ്പോർട്ട് കാരണം ഉണ്ടാവുന്ന ഇൻഡിറ്റർമിനൻസി. സോ ഇവിടെ രണ്ട് സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് കാരണം ഉണ്ടാവുന്ന ഇൻഡിറ്റർമിനൻസി. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ ഇക്വേഷൻ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു, r-3. ബീമിന്റെ കേസിൽ കണ്ടില്ലേ? സോ r-3 പ്ലസ് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി സെപ്പറേറ്റ് ചെയ്താണ്. ഇത് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ ആണ് r-3. ഇനി നമുക്ക് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി കാണാം. സോ ഇതിനൊരു ഫോർമുല ഉണ്ട് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി കാണാനായിട്ട്. ട്രസ്സുകളുടെ കേസിൽ ഇൻഡിറ്റർമിനൻസി കാണാനുള്ള ഇക്വേഷൻ ആണ് m-2j-3 or m-2j + 3.
ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇൻഡിറ്റർമിനൻസി, ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി ഇൻ കേസ് ഓഫ് ട്രസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി കാണാനുള്ള ഇക്വേഷൻ ആണ് m മൈനസ് 2j മൈനസ് 3. ഇതിൽ എമ്മിന്റെ വാല്യൂ m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്, തന്നിരിക്കുന്ന ട്രസ്സിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് m ഡിനോട്ട് ചെയ്യുന്നത്. j എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിൻസ്, എത്ര ജോയിൻസ് ഉണ്ട്. സോ ഇതൊരു ട്രസ് ആണെന്ന് പറഞ്ഞു. ഓരോ ട്രസ്സിൽ ഇതെല്ലാം ഓരോ ജോയിന്റ് ആണ്. ജോയിന്റ് അല്ല, പിൻ ജോയിന്റഡ് ആണ്. പിൻ ജോയിന്റഡ് എന്ന് പറയുമ്പോൾ അവിടെ റൊട്ടേഷൻ അലൗഡ് ആണ്. റൊട്ടേഷൻ അലൗഡ് ആകുമ്പോൾ തന്നെ ഓരോ ജോയിന്റിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ ആകെ ഒരു വെർട്ടിക്കൽ റിയാക്ഷനും ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. സോ അതാണ് ജോയിന്റിന്റെ സഫിക്സ് അല്ലെങ്കിൽ ജോയിന്റിനൊപ്പം ഉള്ളത് എന്താ 2 ആണ് വാല്യൂ എടുക്കുന്നത്. അതായത് ഒരു ജോയിന്റിൽ 2 റിയാക്ഷൻ വരുന്നുണ്ട്. സോ എത്ര നമ്പർ ഓഫ് ജോയിന്റ് ഉണ്ട് ഇൻറ്റു 2, അതാണ് ഈ 2j എന്ന് പറയുന്ന ടേം. ഇനി മെമ്പേഴ്സ്, ഈ ആക്സിയൽ ഫോഴ്സ് മാത്രമേ ഒരു ട്രസ്സിൽ മെമ്പറിൽ ആക്ട് ചെയ്യുള്ളൂ. ഒരു ട്രസ് ആണെങ്കിൽ അതിന്റെ ഓരോ മെമ്പറിൽ ആക്സിയൽ ഫോഴ്സ് ഒന്നില്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ. സോ m 1 into m, എത്ര മെമ്പേഴ്സ് ഉണ്ടോ m മൈനസ് 2j പ്ലസ് 3 എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. സോ ഇതാണ് ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുക തന്നെ വേണം. m മൈനസ് 2j പ്ലസ് 3 ആണ് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ടോട്ടൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ r മൈനസ് 3 പ്ലസ് m മൈനസ് 2j പ്ലസ് 3, r മൈനസ് 3 പ്ലസ് m മൈനസ് 2j പ്ലസ് 3. അപ്പം ടോട്ടൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ എന്ത് തോന്നുന്നു? m പ്ലസ് r മൈനസ് 2j. 3 ക്യാൻസൽ ആയിപ്പോയി. So total static indeterminacy in case of truss equal to m plus r minus 2j. The important equation. ഇത് പഠിച്ചു വെക്കുക. ഒന്നില്ലെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ട് ഓർത്ത് വെക്കുക. അതല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ആയിട്ട് ഓർത്ത് വെക്കുക. സോ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ സം ആണ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയും ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെയും സം ആണ് ടോട്ടൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. സോ ഒരു സ്ട്രക്ചറിൽ എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 0 ആണെങ്കിൽ ആ സ്ട്രക്ചറിനെ എനിക്ക് എക്സ്റ്റേണലി സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയാം, സ്റ്റാറ്റിക് ഡിറ്റർമിനേറ്റ് എന്ന് പറയാം. അത് എഴുതാം. ഇത്രയും മനസ്സിലായോ? ഈ ഇപ്പം ഫോർമുല പറഞ്ഞതെല്ലാം ഓക്കെ ആണോ? എളുപ്പമുള്ള ഇതൊക്കെ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ? മനസ്സിലാവാതെ ഉണ്ടോ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും? ഇല്ല മിസ്, മനസ്സിലായി. ഓക്കെ. സോ നമ്മൾ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ കാര്യം പറഞ്ഞു. സ്റ്റാറ്റിക് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ r മൈനസ് 3. സോ ഇത് വെച്ച് നമുക്ക് കണ്ടീഷൻ പറയാം. അതായത് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി 0 ആയിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചർ എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആണ്. സോ r മൈനസ് 3 0 എന്ന് പറഞ്ഞാൽ എന്താ? r ഈക്വൽ ടു 3. എനിക്ക് r മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ r ഈക്വൽ ടു 3 എന്ന് പറയാം. സോ വെൻ 3 കണ്ടീഷൻ നമുക്ക് പറയാം. വെൻ r equal to 3, structure is said to be externally determinate. Then ഈ r minus 3യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വന്നിട്ടുണ്ടെങ്കിൽ, r minus 3യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വന്നിട്ടുണ്ടെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ് ആണ്. r മൈനസ് 3യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0, അതായത് എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 0ലും മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചർ എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ് ആണ്. സോ r മൈനസ് 3 ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിക്കലി എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ് ആണ്. സോ when r is greater than 3, so when next condition എഴുതാം, r is greater than 3, the structure is externally indeterminate. So
രണ്ട് കണ്ടീഷൻ പറഞ്ഞു. ഇനി ഒരു കണ്ടീഷൻ ഇവിടെ ഉള്ളത് ആറിന്റെ വാല്യൂ 3യേക്കാളും ചെറുതായിട്ടുണ്ടെങ്കിൽ, അതായത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ലെസ് ദാൻ 0 വരുന്ന ഒരു കേസ്. സോ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി 0 ആവുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സ്ട്രക്ചർ ഡിറ്റർമിനേറ്റ് ആണ്. ബട്ട് ഇതിന്റെ വാല്യൂ കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ഷന്റെ എണ്ണം കുറയാം. ഇപ്പൊ നോക്കുക, ഇതാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം പറഞ്ഞത്. ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമില് ഇതിന് ഇതുപോലെ നിൽക്കാനായിട്ട് ഇതാ ഇത്രയും റിയാക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻ ഇവിടെ 3 മൈനസ് 3 ഈക്വൽ ടു 0. ഇത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണ്. ഓൾസോ ഇത് ഒരു സ്ട്രക്ചർ സ്റ്റേബിൾ ആണ്, അതായത് ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താലോ ഇതില് ഒരു തരത്തിലുള്ള ഡീഫോർമേഷൻ ഉണ്ടാവുന്നില്ല. ബട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു റിയാക്ഷനെ കളയാണ്. ഈ ഒരു റിയാക്ഷനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടലി ഇതിന് ഡിസ്പ്ലേസ്മെന്റ് പോസിബിൾ ആണ്. സോ വെൻ ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ എന്തായി റൈറ്റിലേക്ക് മൂവ് ചെയ്ത് പോകും. അതായത് ഈ ഒരു സ്ട്രക്ചർ സ്റ്റേബിൾ അല്ല. അതായത് ഒരു റിയാക്ഷൻ നമുക്ക് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആവാൻ വേണ്ട റിയാക്ഷനിൽ ഒരു റിയാക്ഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിയാക്ഷന്റെ എണ്ണം കുറഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ അൺസ്റ്റേബിൾ ആയി പോകും. അതിന് ഏതെങ്കിലും ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് ഉണ്ടാവുകയാണ് മൊത്തത്തില്. സോ when external static indeterminacy is less than 0, structure is said to be externally unstable. So R ന്റെ value less than 3 ആയാൽ structure is externally unstable എന്ന് പറയാം. സിമിലർലി ഇത് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ കാര്യം. അതുപോലെ തന്നെ ഇന്റേണലി നമുക്ക് പറയാം, ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ കാര്യം പറയാം. ഇത്ര എഴുതിയെടുത്താൽ മതി. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ എന്താ പറഞ്ഞത്? ബി എം മൈനസ് ഓക്കെ. സോ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ ഇക്വേഷൻ ആണ് എം മൈനസ് 2j മൈനസ് 3. ഇത് വെച്ച് തന്നെ എനിക്ക് 3 കണ്ടീഷൻ എഴുതാം. അതായത് വെൻ നമ്പർ ഓഫ് മെമ്പേഴ്സ്, ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി മെയിൻലി കോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? മെമ്പേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ, മെമ്പേഴ്സിന്റെ എണ്ണം കൂടുന്ന കാരണം കൊണ്ടാ. സോ ഈ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 2j മൈനസ് 3, ഇതിനെ എനിക്ക് എഴുതാം എം മൈനസ് 2j മൈനസ് 3. സോ ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവണമെങ്കിൽ എം ഗ്രേറ്റർ ദാൻ 2j മൈനസ് 3, എം ഗ്രേറ്റർ ദാൻ 2j മൈനസ് 3 ആണെങ്കിൽ സ്ട്രക്ചർ ഈസ് ഇന്റേണലി indeterminate. Also m equal to 2j minus 3 ആണെങ്കിൽ internally determinate ആണ്. And m less than 2j minus 3 ആണെങ്കിൽ internally unstable ആണ്. ഇതുപോലെ അപ്പൊ നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എക്സ്റ്റേണൽ പറഞ്ഞു, ഇന്റേണൽ പറഞ്ഞു. സോ ആ ഇക്വേഷന്റെ ബേസ് ചെയ്തിട്ട് 3 കണ്ടീഷൻ വരുന്നുണ്ട്. അതായത് അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ആണ്, 0 ആണെങ്കിൽ ഡിറ്റർമിനേറ്റ് ആണ്, ലെസ് ദാൻ 0 വരാണെങ്കിൽ ആ സ്ട്രക്ചർ അൺസ്റ്റേബിൾ ആണ്. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. സോ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുള്ളത്. ആർ മൈനസ് 3 ഞാൻ ആർ ഈക്വൽ ടു 3 ആകുമ്പോൾ എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആവും, ആർ ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ് ആവും, ആർ ലെസ് ദാൻ 3 ആകുമ്പോൾ അൺസ്റ്റേബിൾ ആവും. സിമിലർലി ഇത് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി ആണ്. ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ ഇക്വേഷൻ എം മൈനസ് 2j പ്ലസ് 3, അത് 0 ആകുമ്പോൾ എന്താ ഡിറ്റർമിനേറ്റ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ആണ്, ലെസ് ദാൻ 0 ആകുമ്പോൾ അൺസ്റ്റേബിൾ ആവും. വീണ്ടും ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് ഈ ഒരു കണ്ടീഷൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇനി വേണം നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നിർത്താം.
ഇതാണ് ഒരു സ്ട്രെസ്. ഇതില് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ ആണ്. ചെയ്യാലോ നിങ്ങൾക്ക് ഒപ്പം തന്നെ. സോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി പ്ലസ് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ ഇക്വേഷൻ എന്താ? R-3. R-3 ഇത് സപ്പോർട്ട് കണ്ടീഷൻ. സോ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 2 റിയാക്ഷൻ, ഇവിടെ ഒരു റിയാക്ഷൻ. സോ R-3 3 - 3 = 0. സോ ഈ ഒരു സ്ട്രക്ചർ എന്താണ്? എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആണ്. എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആണ്. ഇനി കാണേണ്ടത് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി. അതിന്റെ ഇക്വേഷൻ എന്താ? M-2j + 3. M എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പർ. 1 2 3 4 5 6 7 7 നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ട്. -2 ഇൻറ്റു ജോയിൻസ് എന്ന് പറഞ്ഞാൽ അതാ 1 2 3 4 5. ടോട്ടൽ നമ്പർ ഓഫ് ജോയിൻസ് 5 + 3. എത്ര വന്നു? 2 × 5 10. 7 + 3 10. So total internal indeterminacy value 0. So the structure is externally and internally determinate. Total indeterminacy എന്ന് പറയുന്നത് DSI + 0. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെയാണ് ഒരു പ്രോബ്ലം എന്നാൽ ചെയ്യേണ്ടത്. ഒരു പ്രോബ്ലം എഴുതിയെടുത്തോളൂ. നാളെ നിങ്ങൾ ചെയ്തിട്ട് വന്നിട്ട് പറയണം. ഇത് വരച്ചെടുത്തോളൂ. വരച്ചെടുത്തിട്ട് നാളെ എനിക്ക് എത്രയാണ് ഇതിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, ഇന്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ, എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ കണ്ടുപിടിച്ച് വന്ന് പറയാം. ഇത് വരച്ചെടുത്തോ. ചെയ്തത് മനസ്സിലായില്ലേ? കണ്ടുപിടിക്കുന്നതൊക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ, ഇത് വരച്ചെടുത്തവർക്ക് ലീവ് ചെയ്തോളൂ.